സംവിധായകൻ എം.ബി. പത്മകുമാർ ടെലിഫോണിൽ ചെയ്യുന്നത്. ശ്രീ എം.ബി. പത്മകുമാർ, ഇപ്പോൾ JSK എന്ന ചിത്രത്തിന്റെ വിവാദങ്ങൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി തന്നെ ചർച്ച ചെയ്യുന്നതാണ്. അതിലൊരു മാറ്റവും ഇതുവരെയും സംഭവിച്ചിട്ടുമില്ല. ഈ സമാനമായ സാഹചര്യം താങ്കളുടെ ഒരു ചിത്രത്തിനും സംഭവിച്ചിട്ടുള്ളതുമാണ്. ഇതിപ്പോൾ നിലവിലിപ്പോൾ ഇതിന്റെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇനി ഒരു നിയമ നടപടികളിലേക്ക് കൂടി പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു ഈ വിഷയത്തെ? മാഡം, എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. കാരണം ഞാൻ ഇതുപോലെ ഒരുപാട് പേരുടെ കാലം കീഴ് പിടിച്ചതാണ്. അന്ന് ഒരിടത്തൊന്നും ഒരു ശബ്ദമൊന്നും കണ്ടതില്ല. ഇപ്പൊ ഞാൻ കീഴടങ്ങിയിട്ട് എനിക്ക് കിട്ടിയ അവാർഡാണ്, ഈ സർട്ടിഫിക്കറ്റാണ്. അപ്പൊ അതൊക്കെ പോട്ടെ. എന്തായാലും JSK നല്ലൊരു സിനിമയാണ്. അത് ജനങ്ങൾ കാണേണ്ടതാണ്. അവിടെ ജാനകിയെ കൊല്ലണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് അതിപ്പം സർക്കാരല്ല. സർക്കാരിലേക്ക് അത് എത്തില്ല. കാരണം സർക്കാർ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അതിന് ഷോ കോസ് നോട്ടീസ് കൊടുക്കണം. ഇപ്പൊ ഒരു കഥാപാത്രത്തിന്റെ പേര് മാറ്റണമെങ്കിൽ ഷോ കോസ് നോട്ടീസ് ലീഗലി അല്ലെങ്കിൽ ഒഫീഷ്യലി നമ്മൾ കൊടുക്കണം. ശരിക്കും അങ്ങനെ കിട്ടിയിട്ടില്ലായിരുന്നു. അവർ വെർബലി എന്തൊക്കെയോ അല്ലെങ്കിൽ അൺഒഫീഷ്യലി പല കോളുകളും ചെയ്തിട്ടാണ് എന്നോട് ഇത് സംസാരിച്ചത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് സർക്കാരിന്റെ സൈഡിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് എനിക്കൊരിക്കലും സർക്കാർ ചെയ്തെന്ന് എനിക്ക് വിശ്വസിക്കുന്നില്ല. പിന്നെ ഇടയ്ക്കുള്ള ആൾക്കാരാണ്. ഇപ്പൊ JSKയും അത് തന്നെയാണ്. JSK എങ്ങനെയാണ് കോടതിയെ സമീപിക്കാൻ പോകുന്നത് എനിക്കറിയില്ല. കാരണം അവരുടെ സർക്കാർ അയച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ നോട്ടിഫൈ ചെയ്യുന്നു പറയുന്ന ഒരു ഡോക്യുമെന്റ് കാണില്ല. എനിക്കും അതിന് കിട്ടിയിട്ടില്ലായിരുന്നു ആദ്യ സമയത്ത്. അപ്പൊ അത് മാത്രമല്ല, പല കാരണങ്ങൾ കൊണ്ട് സെൻസർ ബോർഡിന് 45-50 ദിവസം വരെ സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കാം. ഇപ്പൊ ഏത് ഗ്രൗണ്ടിലാണ് ഇവര് കോടതിയെ സമീപിക്കാൻ പോയെന്ന് അറിയില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എന്തായാലും JSKക്കെങ്കിലും അവരുടെ ജാനകിയെ കൊല്ലാതെ അവരുടെ സിനിമ റിലീസ് ചെയ്യാനുള്ള അനുവാദം ആരായാലും കൊടുക്കണം. പിന്നെ എനിക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യം സുരേഷ് ഗോപി സാറിന്റെ അവസ്ഥയാണ്. അദ്ദേഹവും ഇത് താമസിച്ചായിരിക്കും ഒരുപക്ഷെ അറിഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ജാനകിയെ അവര് കട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി സാറിനെ പോലുള്ള ഒരു കേന്ദ്രമന്ത്രിക്ക് കേരളത്തിൽ എന്ത് പ്രസക്തി എന്നൊരു ചോദ്യം കേരള ജനത ചോദിച്ചേക്കാം. ഒരുപക്ഷെ അത് കട്ട് ചെയ്താല് ഞാൻ കാല് പിടിച്ചവര് ഒരുപാട് പേരെ കാല് പിടിച്ചതാണ്. എന്നെ പോലൊരു സാധാരണ സിനിമാക്കാരന് നാളെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭാവി എന്താണെന്നുള്ള ചോദ്യം എന്നെ പോലുള്ളവർ ചോദിച്ചേക്കാം. അപ്പൊ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ഇന്ന് ഈ മൗനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ഒന്ന് സംസാരിക്കാനായി ഞാനും കാത്തിരിക്കുകയാണ്. അത് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ സിനിമയായി മാത്രം കണ്ടാൽ മതിയല്ലോ. കാരണം ഈ ചിത്രത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ കേരളത്തിലെ പാനൽ ഇതെല്ലാം കണ്ടതാണ്, സർട്ടിഫിക്കറ്റ് നൽകിയതുമാണ്. പിന്നീട് ഈ സെൻസർ ബോർഡിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വാക്കാൽ പറയുകയാണ്, അല്ലാതെ ഇതിന്റെ ഒരു ഒഫീഷ്യലി എന്നുള്ളൊരു തീരുമാനത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശമോ അവർക്ക് നൽകിയിട്ടുമില്ല. മാഡം, ഇപ്പം ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ടക്ടർ പറയുന്ന കാര്യങ്ങളെല്ലാം ഓണറിന്റെ അഭിപ്രായമായിരിക്കില്ലല്ലോ. ഇപ്പൊ ഇതിനകത്ത് ഈ ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്ന അവര് സർക്കാരിനെ സുഖിപ്പിക്കാൻ ചെയ്യുന്ന കുറെ കാര്യങ്ങളാണെങ്കിൽ സർക്കാർ എന്ത് പഠിച്ചു? അപ്പൊ ഇത് അങ്ങനെ സർക്കാർ പറയുന്നുണ്ടെങ്കിൽ അവർ ഒഫീഷ്യലി ഷോക്കോസ് നോട്ടീസ് തരണം. ഇപ്പൊ എനിക്ക് കിട്ടിയ അവസാനത്തെ ഷോക്കോസ് നോട്ടീസിൽ അവർ പറഞ്ഞിരിക്കുന്നത്, എന്റെ ഇരിപ്പുണ്ട് ഷോക്കോസ് നോട്ടീസ്, അവർ പറഞ്ഞിരിക്കുന്നത് അന്ന് ഡിസ്കസ് ചെയ്ത പ്രകാരം നിങ്ങൾ ആ പേരുകൾ റീപ്ലേസ് ചെയ്യുന്നതാണ്. അന്ന് അവർ പറഞ്ഞ പേരുകൾ ഞാൻ ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഒരുപാട് പ്രശ്നം സമൂഹത്തിലുണ്ടായേനെ. അവർക്ക് ഹിന്ദു പേരുകളല്ല റീപ്ലേസ് ചെയ്യേണ്ടിയിരുന്നത്. അതെ, എന്തായാലും ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് ഈ വിഷയം. എങ്ങനെയാണ് ഇത്തരത്തിൽ, പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള ഓരോ ചിത്രം ഇറങ്ങുമ്പോഴും അതിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ മാറ്റണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് സിനിമ എന്നുള്ളതൊരു സിനിമയായി മാത്രം കാണേണ്ട ഇടത്ത് അതിനെ മറ്റു തലത്തിലേക്ക് കൂടി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. വളരെ നന്ദി ശ്രീ എം.ബി. പത്മകുമാർ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.